സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ താറാവ് റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു നാടൻ താറാവ് റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നാടൻ താറാവ് റോസ്റ്റിനായിട്ട് 1.25 കിലോ ഉള്ള ഒരു നാടൻ താറാവ് ക്ലീൻ ചെയ്ത് വേസ്റ്റ് എല്ലാം മാറ്റിയിട്ട് 1.25 കിലോ താറാവ് ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. മുന്നേ ഒരു താറാവ് കറിയുടെ റെസിപ്പി ചെയ്തിരുന്നു. അതിൽ ബ്രോയിലർ താറാവ് ആയതുകൊണ്ട് തന്നെ ഒരു വിസിലിൽ തന്നെ വെന്ത് കിട്ടി. പക്ഷേ ഇത് നാടൻ താറാവ് ആയതുകൊണ്ട് 3-4 വിസിലടിക്കേണ്ടതായി വന്നേക്കാം. നമ്മുടെ കുക്കറിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടും താറാവ് ഇറച്ചിയുടെ മൂപ്പ് അനുസരിച്ചിട്ടും വേവിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലടിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല എങ്കിൽ വേവും വരെ വീണ്ടും വിസിലടിച്ചാൽ മതിയാവും. ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വീട്ടിൽ പൊടിച്ചെടുത്ത കുരുമുളക് പൊടി, ഇത് മൂന്നും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. താറാവ് ഇറച്ചിയിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ഇറങ്ങി കിട്ടിക്കോളും. അതുകൊണ്ട് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടതില്ല. ഇനി ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിലടിച്ചെടുക്കാം. താറാവ് ഇറച്ചി ആവശ്യത്തിന് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിലേക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചെറുതായി എരിഞ്ഞ തേങ്ങക്കൊത്ത് ചേർത്തിട്ട് 2-3 മിനിറ്റ് തേങ്ങക്കൊത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വലിയൊരു കഷ്ണം ഇഞ്ചി ചേർച്ചതും 20 അല്ലി വെളുത്തുള്ളി ചേർച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറാനായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് 3 വലിയ പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 10-15 സെക്കൻഡ് വഴറ്റിയെടുക്കാം. ചെറിയ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 4-5 വരെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറുതായി എരിഞ്ഞ ചെറുള്ളി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുള്ളി ഒന്ന് സോഫ്റ്റായി കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് 2 വലിയ സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് സവാള പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മസാലയിലേക്കുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. കുറവുള്ള ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് 3-4 മിനിറ്റ് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി സവാളയുടെ കളർ മാറി തുടങ്ങും വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വലിയ പഴുത്തൊരു തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ട് 2-3 മിനിറ്റ് തക്കാളി നന്നായി സോഫ്റ്റായി കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നന്നായി വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളാണ് ചേർക്കാനുള്ളത്. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറാനായിട്ട് ഒരു 30 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കാനുള്ളത്. മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഈ മസാലകളെല്ലാം 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. 2 മിനിറ്റ് എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ എരിവ് കൂടിപ്പോവാതിരിക്കാനായിട്ട് ഈ സമയം കുറച്ച് ചേർത്തിട്ട് അവസാനം എരിവ് നോക്കിയിട്ട് കുറവുള്ളത് ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന താറാവ് കഷ്ണങ്ങൾ അതിലുള്ള വെള്ളത്തോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. താറാവ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലയ്ക്ക് എല്ലായിടത്തും ഒരേപോലെ അകത്തൊക്കെ വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് കറി ഒന്ന് കുറുതായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് 2 മിനിറ്റ് ഇതുപോലെ തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഉപ്പ് കുറച്ച് കുറവുള്ളതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കറി ഒന്ന് കുറുതായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താറാവ് കഷ്ണങ്ങളിലേക്ക് മസാലയെല്ലാം നന്നായി പിടിച്ച് കിട്ടാനായിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുരുമുളക് പൊടി എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ താറാവ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു താറാവ് റോസ്റ്റ് നമുക്ക് ചോറിൻ്റെയോ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ കൂടെയൊക്കെ ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. നാടൻ താറാവ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് പറയണേ. അതുപോലെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.